ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. 34 ശ്ലോകങ്ങൾ വരെ നമ്മൾ പഠിച്ചു. യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. 2 സേനകളും അണിനിരന്നു. ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പാണ്ഡവ സേനയിലുള്ളവരെ പറ്റിയും തൻ്റെ സേനയിലുള്ളവരെ പറ്റിയും ഒരു ആമുഖം കൊടുക്കുന്നു. ദുര്യോധനന് ഭയമുണ്ട്, യുദ്ധം ജയിക്കുമോ എന്ന്. അതിനുശേഷം ഭീഷ്മപിതാമഹൻ ശംഖുമുഴക്കുന്നു. അത് കേട്ടപ്പോൾ പാണ്ഡവ പക്ഷത്തുള്ള എല്ലാവരും തന്നെ, പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ശംഖുമുഴക്കുന്നു. ആ ശംഖുകളുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്, യുദ്ധത്തിൽ ആരെല്ലാമാണ് എന്നോട് യുദ്ധം ചെയ്യാനായി വന്നിരിക്കുന്നത്, ഇരുപക്ഷത്തുമുള്ളത് ആരൊക്കെയാണ് എന്ന് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് 2 സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തിയാലും എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ രഥം 2 സേനകളുടെയും മധ്യത്തിൽ നിർത്തുകയാണ്. എന്നിട്ട് കണ്ടുകൊള്ളുക എന്ന് പറയുന്നു. കണ്ടപ്പോഴാണ് അർജുനൻ ആകെ വിഷമമായത്. ആചാര്യന്മാർ, പിതാക്കന്മാർ, പുത്രന്മാർ, മറ്റു ബന്ധുക്കൾ എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ അർജുനന് ആകെ മനപ്രയാസം. ആരെല്ലാമാണ് തന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? തനിക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിൽക്കുന്നവരെല്ലാം തന്നെ സ്വജനങ്ങളാണ്. എങ്ങനെയാണ് ഞാനിവരെ വധിക്കുന്നത് എന്ന് അർജുനൻ ആലോചിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഈ ആശങ്കകൾ അർജുനൻ ഭഗവാനോട് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. നമുക്കിനി 35-ാമത്തെ ശ്ലോകം നോക്കാം. ഏതാൻ ന ഹന്തും ഇച്ഛാമിജ്ഞതോ അഭി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോഹ കിംനു മഹീകൃതേ. ഏതാൻ അർത്ഥം ഇവരെ, ന ഇല്ല, ഹന്തും വധിക്കുക, ഇച്ഛാമി ആഗ്രഹിക്കുക, ഇഗ്നതോ അഭി അർത്ഥം കൊല്ലപ്പെട്ടാലും, മധുസൂദന അല്ലയോ മധുസൂദന കൃഷ്ണ, അപി സമമായ, ത്രൈലോക്യരാജ്യസ്യ 3 ലോകങ്ങൾ, ഹേതോ വേണ്ടിപ്പോലും, കിം എന്തുകൊണ്ട്, നു അപ്പോൾ, മഹീകൃതേ ഭൂമിക്കു വേണ്ടി. ശ്ലോകാർത്ഥം നോക്കാം. അല്ലയോ മധുസൂദന, എന്നെ ഇവർ വധിച്ചാൽ തന്നെയും 3 ലോകങ്ങൾക്ക് വേണ്ടിപ്പോലും ഇവരെ ഹനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി? ഇതാണ് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. അല്ലയോ കൃഷ്ണ, എന്നെ കൊല്ലുവാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും ഇവരെ വധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി 3 ലോകങ്ങളും എനിക്ക് കിട്ടും എന്ന അവസ്ഥ വന്നാൽ പോലും ഇവരെ ഞാൻ വധിക്കില്ല. ഇനി ഇവരെന്നെ വധിക്കുവാൻ ശ്രമിച്ചാൽ പോലും ഞാൻ ഇവരെ വധിക്കില്ല. എനിക്കത് ആലോചിക്കാൻ പോലും സാധിക്കില്ല. പിന്നെയാണോ നിസ്സാരമായ ഈ ഭൂമിക്കു വേണ്ടി ഞാനിവരെ വധിക്കുന്നത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഇവിടെ അർജുനൻ മധുസൂദനൻ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ കേശവ എന്നാണ് വിളിച്ചത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്താണ്? മധുസൂദന എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാന് അപ്രകാരം ഒരു നാമം സിദ്ധിച്ചത്? മധു എന്ന അസുരനെ കൊല ചെയ്തതുകൊണ്ടാണ് കൃഷ്ണന് മധുസൂദനൻ എന്ന നാമമുണ്ടായത്. ഇവിടെ
ഈ ശ്ലോകത്തിൽ മധുസൂദനൻ എന്ന് ഭഗവാനെ വിളിച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് ഭഗവാൻ മധു എന്ന അസുരനെ വധിച്ചു. പക്ഷേ മധു ഒരു അസുരനായിരുന്നു, സജ്ജനമല്ലായിരുന്നു. അതുകൊണ്ട് അവനെ കൊല്ലുന്നത് കൊണ്ട് ദോഷമില്ല എന്ന ഒരു ധ്വനി ഈ വിളിയിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ കൃഷ്ണൻ ധർമ്മസംരക്ഷണത്തിനായി തൻ്റെ അമ്മാവനെ കൊല ചെയ്ത ആളാണെന്ന കാര്യം അർജുനൻ ഈ നിമിഷം മറന്നുപോയിരിക്കുന്നു. എന്തായാലും മമതാപ്രേരിതമാണെങ്കിൽ പോലും അർജുനൻ്റെ ത്യാഗവും വൈരാഗ്യവും സത്യബോധത്തിനു വഴി തെളിക്കത്തക്കവണ്ണം വിശാലമാണെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. കൗരവന്മാർ പലതരത്തിലും പാണ്ഡവരെ ദ്രോഹിച്ചിട്ടുണ്ട്. ദുഷ്ടനിഗ്രഹം ധർമ്മമാണ്. എങ്കിലും ഇവരാരാണ്? എൻ്റെ സ്വജനമാണ്. ഇതാണ് അർജുനൻ പറയുന്നത്. പല രീതിയിൽ ദ്രോഹിച്ചു. ഭാര്യയായ പാഞ്ചാലിയെ ദ്രോഹിച്ചു. വൃദ്ധയായ അമ്മ ഉൾപ്പെടെയാണ് വനവാസത്തിന് പുറപ്പെട്ടത്. സഹോദരന്മാരെയും തന്നെയുമൊക്കെ പല രീതിയിലാണ് ദ്രോഹിച്ചത്. എന്നിട്ടും യുദ്ധത്തിന് തയ്യാറായി വന്നു നിൽക്കുമ്പോൾ അർജുനൻ അവരെ എന്താണ് വിളിച്ചത്? എൻ്റെ ജനം എന്നാണ് വിളിച്ചത്. അത് ഒരു സ്വന്തക്കാരോട് തോന്നുന്ന, അല്ലെങ്കിൽ തൻ്റെ ആളുകളോട് തോന്നുന്ന ഒരു പ്രത്യേകമായ സ്നേഹമാണ്. അവർക്ക് വേണ്ടി എന്തും ഉപേക്ഷിക്കാൻ തയ്യാറായാണ് ഇവിടെ അർജുനൻ നിൽക്കുന്നത്. പക്ഷേ കൃഷ്ണനോ? കൃഷ്ണൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ധർമ്മം പുനഃസ്ഥാപിക്കുക, ദുഷ്ടനിഗ്രഹം ചെയ്ത് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കുക. അങ്ങനെ ഭൂമിദേവിയുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് ഭഗവാൻ ഈ അവതാരം എടുത്തതുപോലും. കാരണം ഭഗവാന്റെ അവതാരത്തിനു മുമ്പ് വൈകുണ്ഠത്തിൽ ഭൂമിദേവി ഒരു പശുക്കുട്ടിയുടെ രൂപം ധരിച്ചു ചെന്ന് ഭഗവാനോട് തൻ്റെ സങ്കടം ഉണർത്തിക്കുന്നുണ്ട്. ആ സമയം ഭൂമിദേവിക്ക് ഭഗവാൻ വാക്കുകൊടുത്തതാണ്, ഞാൻ ജനിക്കും, ശ്രീകൃഷ്ണനായി അവതരിക്കും, ആ സമയം ദേവിയുടെ സങ്കടം മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധത്തിനൊന്നും വയ്യ എന്ന് പറഞ്ഞ് അർജുനൻ മാറുന്നത്. അങ്ങനെ അർജുനൻ മാറിയാൽ ഭഗവാന്റെ തിരു അവതാരത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് മമതാമോഹത്തിൽ നിന്നും അർജുനനെ പുറത്തു കൊണ്ടുവന്ന് സത്യബോധം അർജുനന് ഉപദേശിച്ചു കൊടുക്കണം. അതിനാണ് ഭഗവാൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ശ്ലോകം മാത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം.